അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ലൈറ്റായിട്ട് ചായ കുടിച്ച് തെറിക്ക് ഇപ്പം 8 മണിയായി. ഓക്കെ, നേരത്തെ കോമഡി എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഫ്രണ്ട് പോകുന്നതിന് കറക്റ്റ് വഴി അറിയാം വിത്തൗട്ട് ഗൂഗിൾ മാപ്പ്. ഈ ടൈഗറിൽ പോകുന്ന ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. ടൈഗർ ഫ്രണ്ട് പോകുന്നു, ഡ്യൂക്ക് പോകുന്നു, പിന്നെ ഞാൻ പോകുന്നു. എൻ്റെ ബാക്കിലായിരുന്നു CBR. നമ്മൾ മൂന്നാൾ അടിച്ചു വിട്ട് CBR കാരന് വഴി അറിയാം. അപ്പോൾ കറക്റ്റ് കട്ടെടുത്തിട്ട് വേറെ വഴി മുന്നേ എത്തി ഒരു സ്ഥലത്ത്. അതാണ് നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിട്ട്. ജസ്റ്റ് അവര് കറക്റ്റ് വഴി അറിയാം, അവൻ ഫ്രണ്ട് പോവില്ല. അപ്പം നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് എത്തി, ഇവൻ നേരെ എത്തി. അവൻ പറഞ്ഞിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. പക്ഷെ അവൻ്റെ വിചാരം നമ്മൾ കറക്റ്റ് പോയി എന്നാണ്. ഗൂഗിൾ മാപ്പ് അമ്മച്ചി കറക്റ്റ് കൊണ്ടുപോയിരുന്നതാണ്. അതായിരുന്നു നേരത്തെ നടന്ന സംഭവം. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പം എല്ലാവരും ഒരുമിച്ചെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. ഈ വഴിയാകുമ്പോൾ നമുക്ക് മംഗലാപുരം ടച്ച് ചെയ്യാൻ വേണ്ട, അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡ് എത്തും. വണ്ടിൻ്റെ ഫ്രണ്ട് ടയർ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഞാൻ മാറ്റണം. ഞാൻ നാട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് കിട്ടുമ്പോഴത്തേക്ക് തന്നെ ട്രിപ്പ് പോകേണ്ട ടൈമായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം തൽക്കാലം ഇതിൽ ഓടിയിട്ട് അടുത്ത പ്രാവശ്യം വന്നിട്ട് മാറ്റാം. ടയർ ഗ്രിപ്പ്, സെൻറ്ററിൽ ഗ്രിപ്പ് തീരെയില്ല ഫ്രണ്ട് ടയർ. ബാക്ക് ഓക്കെയാണ്, ഫൈനാണ്. ഫ്രണ്ട് സെൻറ്ററിൽ മാത്രമല്ല, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോർണർ സൈഡിൽ ഗ്രിപ്പുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് തന്നെ ടയർ സെറ്റാക്കണം. ഇത് ഫോറസ്റ്റ് ആണ്. ഈ വഴി വന്നിട്ട് കർണാടക ബോർഡർ എത്തിയത് പോലും എത്തിയോ ഇല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ സ്ഥലത്ത് കന്നഡയിൽ എഴുതിയിട്ടുണ്ട്. ചില നമ്പർ പ്ലേറ്റ്, വണ്ടിയിൽ നമ്പർ പ്ലേറ്റിലും KA കാണുന്നു. ഈ വണ്ടിയുടെ നമ്പർ KA ആണ്. ചെറിയൊരു കർണാടക ടച്ച് വരുന്നുണ്ട്. തോന്നുന്നത് ബോർഡറാന്ന് തോന്നുന്നു. ദക്ഷിണ കർണാടക, അങ്ങനെയാണ് അവിടെ ബോർഡ് കണ്ടത്, ചെക്ക് പോസ്റ്റിന്റെ. ഇപ്പം പക്ക കർണാടക എത്തി. ബോർഡർ ക്രോസ്ഡ്. ഇപ്പൊ ഫുള്ള് കർണാടകത്തിലേ. ആഡും കർണാടക. നേരത്തെ മിക്സപ്പ് ആയിരുന്നു കുറച്ചു നേരം മുന്നേ. കറക്റ്റ് പക്ക കർണാടക.
നമ്മുടെ കർണാടക റോഡ് കയറിയ പാട് കുറച്ചൊരു ഇടുങ്ങിയ റോഡായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 84 കിലോമീറ്റർ 85 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ദക്ഷിണ കർണാടക റോഡ് കിട്ടും. നമ്മളെ ചീമേനി വഴി, കാങ്കോൽ ചീമേനി. സുബ്രഹ്മണ്യ എത്തി ഗൈസ്. ഇതാണ് ഗൈസ് സുബ്രഹ്മണ്യ പറഞ്ഞ സ്ഥലം. ഇത് ഫേമസ് അമ്പലം ഉണ്ടെന്നാ പറഞ്ഞത്. കൊള്ളാം, ആംബിയൻസും ക്ലൈമറ്റും. രാവിലെ 9:50 ആയിട്ടും നല്ല കിടിലൻ ക്ലൈമറ്റ്, തണുത്ത കാറ്റും വെയിലും ഇല്ല. നൈസി നൈസി. ഇനി ഇവിടുന്ന് അടുത്ത പിറ്റ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോഴത്തേക്കിന് ഇതെല്ലാം ക്രോസ് ചെയ്ത് വരട്ടെ. കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ എയറൊക്കെ ഫില്ല് ചെയ്ത് പിന്നെ ചെങ്ങായിക്ക് എണ്ണ അടിക്കാനുണ്ടായിന്, എണ്ണ അടിച്ച് ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിപ്പോൾ സുബ്രഹ്മണ്യന്ന് കുറച്ച് ഒരു 5 കിലോമീറ്റർ ആയിട്ടും. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ സക്ലേഷ്പൂർ. അവിടെ എത്തിയിട്ട് വേണം അടുത്ത മാപ്പ് ഇടാൻ. ലൈക്ക് ഇറ്റ്സ് എ പിറ്റ് സ്റ്റോപ്പ്. അവിടെ നിർത്തി ഒന്ന് റിലാക്സ് ചെയ്ത് പിന്നെ ആദ്യ റൈഡ് കണ്ടിന്യൂ. ഈ റോഡ് കുഴപ്പമില്ല. ലൈക്ക് ആഫ്റ്റർ സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള സക്ലേഷ്പൂരിലേക്ക് പോകുന്ന റോഡ്, ലൈക്ക് ഇറ്റ്സ് ഗുഡ്.
പറ്റിയ ക്ലൈമറ്റാണ് ടു ഗിവ് എ റൈഡ് ടു ചിക്മംഗ്ലൂർ. ഒന്നാമത് വിന്റർ സീസൺ, ഒക്ടോബർ സ്റ്റാർട്ടായി. ഇത് ഇപ്പോൾ സക്ലേഷ്പുർ പോകുന്ന റോഡാണ്. മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ വണ്ടി റിസർവ് ആയി. ഗൂഗിൾ മാപ്പിൽ പെട്രോൾ പമ്പ് ഒന്നും അടുത്ത് കാണിക്കുന്നുമില്ല, പ്രോപ്പറായിട്ട് നെറ്റ് കിട്ടുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റഷാണ്, കുറേ വണ്ടികളുണ്ട്. ഇപ്പം അല്ല, കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാവും. ഒന്നാമത് വെക്കേഷൻ ടൈം അല്ലേ. നമ്മ കയറി വരുമ്പോൾ കുറേ വണ്ടികളുണ്ടായി. ഇതിപ്പോൾ ആദ്യം റഷ് തുടങ്ങി. എല്ലാവരും റോങ് സൈഡ് കയറി വരും. ആഹാ, പെട്രോൾ പമ്പും തപ്പിയായില്ല യാത്ര. ഓ, ഇവിടെ നല്ല തണുപ്പാണ്. 21.5 ഡിഗ്രി സെൽഷ്യസ്. നല്ല തണുപ്പില്ലേ? നോക്കിയേ, 21.5. പെട്രോൾ പമ്പ് കണ്ടു കിട്ടിയില്ല. റോഡ് ആംബിയൻസ് എല്ലാം വെച്ച് തോന്നുന്നു ലൈക്ക് സിറ്റി എത്താനായെന്ന് തോന്നുന്നു. ലക്സി അയ്യോ അയ്യോ, ഹെവി ബ്ലോക്ക് ആണല്ലോ. എന്താ മോനെ, വണ്ടിക്ക് ടോർക്ക് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്, ആക്സിലേറ്റർ കൊടുക്കണ്ട.
യെസ് 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 യെസ്. ഫാൻ ഓൺ ആയല്ലോ, ഭയങ്കര ഹീറ്റായി. ഈ ലോറീൻ്റെ എല്ലാം അടുത്തേം ബാക്കിലെല്ലാം പോകാൻ ഭയങ്കര പേടിയാണ്. അതൊക്കെ അത്രയും ലൈക്ക് മാസ് ഉണ്ടായതുകൊണ്ട്, വെയിറ്റ് ഉണ്ടായതുകൊണ്ട് പൊട്ടിച്ചാൽ കിട്ടൂല. ഓഹോ സ്വർഗം. ആ ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു റോഡ് കിട്ടുമ്പോൾ ലിറ്ററലി സ്വർഗം. ഓ കൈ ഉണ്ടോ? ആരുമില്ലേ, എം ടിയോ? മടികേരി, ശക്ലേഷ്പുര, ബാംഗ്ലൂർ. 6 കിലോമീറ്റർ ശക്ലേഷ്പുരം എത്തും. പ്രോഗ്രാം നടക്കുന്നു. എടാ പോന്ന വഴിക്ക് സക്ലേഷ് വേണ്ട, നമുക്ക് സക്ലേഷ്പുരം 35 ഇല്ലേ? 35 ഇല്ലേ? പെട്രോൾ പമ്പ് ഇല്ല. അവര് വരട്ടെ, മിതുവായിട്ടീ വഴി അറിയണ്ടേ. ഇവിടെ എന്താ പ്രോഗ്രാം? ആ പെട്രോൾ പമ്പ് കിട്ടി ഗൈസ്. നമ്മൾ നേരെ പോകുന്ന റൂട്ടിൽ നിന്ന് ഡിവൈറ്റ് ചെയ്ത് വന്ന് അടിക്കേണ്ട അവസ്ഥയായി. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വേറെ പെട്രോൾ പമ്പൊന്നും കണ്ടില്ല. അപ്പം ഡിവൈറ്റ് ചെയ്ത് വന്ന് ഇവിടുന്ന് പെട്രോൾ അടിക്കാന്ന് വെച്ചു. സെയിം $1010. Basic rituals while riding. ന്യൂട്രൽ അല്ലേ? ന്യൂട്രലിട് വണ്ടി അല്ല, ഗിയറിലിട്. എന്റെ ക്ലച്ച് വിട്. വിട്. ഫ്രീ കോഫി.
വേണ്ട കേട്ടാ, എനിക്കിപ്പോൾ ഫുഡ് കഴിക്കാം. കണ്ടു. അങ്ങനെ പെട്രോൾ അടിച്ചു. ഇനി ഇവിടെ നിന്ന് ഒരു 65 കിലോമീറ്റർ ടു ചിക്മംഗ്ലൂർ. സക്ലേഷ്പുര എത്തി. ഇനി സക്ലേഷ്പുര ടു ചിക്മംഗ്ലൂർ 65 കിലോമീറ്റർ. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. നേരെ റൂമിലേക്ക് എന്നുവെച്ചാൽ നല്ലൊരു ഉറക്കം. അതിനുശേഷം ഈവനിങ് എന്തെങ്കിലും ലൈക്ക് അവിടെ ഇല്ല എന്തെങ്കിലും കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ലെറ്റ്സ് സീ. മെയിൻ തിങ് ഒന്നുമില്ല, റൈഡ് എൻജോയ് ചെയ്യുന്നത് തന്നെയാണ്. അവിടെ സ്ഥലം കാണാൻ പോകുന്നതല്ല, സ്ഥലം കാണാൻ ലൈക്ക് ഡെസ്റ്റിനേഷൻ അല്ല, ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ഈ കാണാൻ പറ്റുന്ന ഈ ഓരോ പ്ലേസ് അതൊക്കെയാണ് ലൈക്ക് ഫോർ മീ പേഴ്സണലി. അവിടെ പോയിട്ടും ഉണ്ടാവും ലൈക്ക് ഗുഡ് പ്ലേസസ് ഉണ്ട്, പക്ഷെ പോകുന്ന വഴിക്കില്ല ഗുഡ് പ്ലേസസ്. ഇടക്കിടക്കൊരു അഡ്രാനലിൻ കയറും. വേറെ ഇങ്ങനെ പോകും. മതി, ഇപ്പൊ തൽക്കാലം ഇത്ര മതി. വെയിലുണ്ടെങ്കിലും ലൈക്ക് അങ്ങനെ നമ്മളെ നാട്ടിലത്തെ പോലെ അങ്ങനെ കുത്തുന്ന വെയിലില്ല. ലൈക്ക് നോർമൽ തണുത്ത കാറ്റുണ്ട്, വെയിലുണ്ട്. സോ ഇറ്റ്സ് ബാലൻസ്ഡ്. ഇതിപ്പം നമ്മ ചിക്മംഗ്ലൂരേക്കുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഹൈവേന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഹസൻ റോഡ് എത്തും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുള്ള റോഡിലേക്ക് ചിക്മംഗ്ലൂർ റോഡ് കിട്ടും. ആ റോഡാണ് ഈ റോഡ്. ബ്യൂട്ടിഫുൾ റോഡ്. നല്ല തണുത്ത കാറ്റും ലൈറ്റ് വെയിലും. നവമി ആയതുകൊണ്ട് എല്ലാവരും വെജ് കഴിച്ച് ആഘോഷിക്കുന്നു.